ഹലോ, ഇത് വൈദ്യുതി എനർജി സർവീസസ് എന്നായിരുന്നേ. സാറ് സോളാർ പ്രോജക്റ്റിന് ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വിളിച്ചതാണ്. ആ ഞാൻ ഇത് അങ്ങോട്ട് വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അതൊന്നും അധികം കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല അത്. സാർ, ആ പ്രപ്പോസലിൽ ഒരുപാട് പാർട്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ് സമ്മറി, സ്കോപ്പ്, ടൈം ലൈൻ, കോസ്റ്റ് ബ്രേക്ക് ഡൗൺ, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഡോക്യുമെന്റിലുള്ളത്. ഇത് ഏതൊക്കെയെന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ആദ്യം കാണുന്നത് എക്സിക്യൂട്ടീവ് സമ്മറിയാണ്. ഇതിൽ ഈ സോളാർ പ്രോജക്റ്റിന്റെ ഓവറോൾ കാര്യങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ബെനിഫിറ്റ് എന്നിവയൊക്കെ ഷോർട്ടായി ഈ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന ഭാഗത്ത് കാണാം. അത് കഴിഞ്ഞ് വരുന്നത് പ്രോജക്റ്റ് സ്കോപ്പാണ്. ഇതിൽ സാറിന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോളാർ സിസ്റ്റത്തിന്റെ ഡിസൈനിൽ നമുക്ക് എത്ര പാനൽ വേണമെന്നും വേണ്ടി വരുന്ന ഏരിയയും എലിവേഷനും അതുപോലെ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഈ ഭാഗത്ത് ഏതൊക്കെ എക്യുപ്മെന്റ്സും മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളതും എത്രമാത്രം ടൈമിൽ കൺസ്ട്രക്ഷൻ നടക്കുമെന്നും അതുപോലെ തന്നെ കമ്മീഷനിന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് ഉള്ളതെന്നും ഈ പ്രോജക്റ്റ് സ്കോപ്പ് എന്ന സെഷനിൽ കാണാം. അടുത്തത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. ഈ ഭാഗത്ത് അവിടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും മെറ്റീരിയൽസിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോളാർ പാനൽസും ഇൻവെർട്ടറിന്റെയും ടൈപ്സും കപ്പാസിറ്റിയും എഫിഷ്യൻസിയും അതേപോലെ വാറന്റി എന്നിവ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എന്ന നിലയ്ക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 2 സോളാർ പാനലും ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഏത് മൗണ്ടിങ് മെറ്റീരിയൽസ് ആണെന്നും അതിന്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ വയറിങ്ങും കമ്പോണൻസിന്റെ റേറ്റിംഗും സ്റ്റാൻഡേർഡ്സും ഈ സെക്ഷനിലുണ്ട്. അടുത്ത സെക്ഷനാണ് ടൈം ലൈൻ. ഈ പാർട്ടിൽ പ്രോജക്റ്റ് തുടങ്ങുന്നത് മുതൽ കംപ്ലീഷൻ ഡേറ്റ് വരെയുള്ള എല്ലാ ഫേസിന്റെയും, അതായത് ഡിസൈൻ, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, കമ്മീഷനിങ് എന്നീ ഫേസിൽ എത്ര ടൈമിൽ എടുക്കുമെന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കോസ്റ്റ് ബ്രേക്ക് ഡൗൺ. ഈ സെക്ഷനിൽ ഏതൊക്കെ രീതിയിലാണ് കോസ്റ്റ് ആകുന്നതെന്ന് ഡീറ്റെയിൽ ആയി നൽകിയിട്ടുണ്ട്. ഡിസൈൻ, എക്യുപ്മെന്റ്, ഇൻസ്റ്റലേഷൻ, ഈ ഫേസിൽ എന്തൊക്കെ കോസ്റ്റ് ആകുമെന്നും സ്പെസിഫിക് ആയിട്ട് നൽകിയിട്ടുണ്ട്. അടുത്തത് വാറന്റീസ് ആൻഡ് ഗ്യാരണ്ടി. ഈ സെഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിന്റെയും വാറന്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റലേഷൻ വാറന്റിയും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഈ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 പാർട്ടിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയെന്ന് ഡീറ്റെയിൽ ആയി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലാണ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ എങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്നും ഈ സെക്ഷനിൽ ഉള്ളതാണ്. ലാസ്റ്റ് പ്രോജക്ട് മാനേജ്മെന്റും ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതിൽ പ്രോജക്ട് മാനേജറിന്റെ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട്സും ആണ് ഉള്ളത്. ഈ ഒരു സെക്ഷൻ വൈദ്യുതിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി സാറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വൈദ്യുതിയെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് എല്ലാം ക്ലിയർ ആക്കാം. ഓക്കെ. അതിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ മെയിൻ്റനൻസും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുള്ള സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസും മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ പ്രൊപ്പോസൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ. വൈദ്യുതിയാണ് അതും ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ അവിടെ എത്തിയിരിക്കും. സാറിന് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. വൈദ്യുതിയാണ് ഇതിന് ഗ്യാരണ്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം.